ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, സ്വർണത്തിന്റെ വില ഇങ്ങനെ റോക്കറ്റ് വേഗതയിലാണ് വർദ്ധിക്കുന്നത്. ഇന്ന് 80,000 രൂപ കടന്നിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 80,880 രൂപയാണ്. വലിയൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം അതെന്താണ്? ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വർധനവ് തന്നെ വേണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ വർധനവ് വരും ദിവസങ്ങളില് നമ്മൾ കുറച്ച് നാളത്തേക്കും കൂടി പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞ് ഇത് കുറച്ച് താഴേക്ക് വരാതിരിക്കില്ല. ഇപ്പോ പ്രത്യേകമായിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു, നമ്മുടെ അതായത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കൂ എന്ന് ഫെഡറൽ റിസർവ് ഗവർണർ ജെറോം പവലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. വളരെ എന്താണ് പറയുക, ശാസനാരൂപത്തിൽ ട്രംപ് ആവശ്യപ്പെട്ടിട്ടും ജെറോം പവൽ അതിന് തയ്യാറായില്ല. അതിന് തയ്യാറാകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ, അതായത് വിലക്കയറ്റം നിലനിൽക്കുന്നു. അങ്ങനെ വിലക്കയറ്റം നിലനിൽക്കുന്ന അവസ്ഥയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബാങ്കുകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതാണല്ലോ ഫെഡറൽ റിസർവ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാൽ തീർച്ചയായിട്ടും അത് ഫെഡറൽ റിസർവ് ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ മറ്റ് ബാങ്കുകളെല്ലാം അതുപോലെ റേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇഷ്ടം പോലെ പണലഭ്യത, അതായത് വായ്പാ ലഭ്യത എളുപ്പമാക്കുക. അങ്ങനെ വായ്പാ ലഭ്യത എളുപ്പമാക്കിയാൽ ആ ഇൻഫ്ലേഷൻ ഹൈപ്പർ ഇൻഫ്ലേഷനായിട്ട് മാറും എന്ന കാരണം കൊണ്ടാണ് ജെറോം പവൽ അതിന് തയ്യാറാകാതെ ഇരുന്നത്. ഇന്നിപ്പോ പത്രങ്ങളിൽ എവിടെയും നോക്കിയിട്ട് ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു എന്ന് കാണുന്നില്ല. പക്ഷേ ഞാൻ 3 പത്രം നോക്കി, 3ലും കണ്ടില്ല. പക്ഷേ ജെറോം പവൽ തീരുമാനമെടുത്തിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പ്രസിഡന്റിന്റെ പദവി ഉപയോഗിച്ച് തീരുമാനം എടുത്തിരിക്കാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാമെന്ന്. അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില വീണ്ടും കുതിക്കും. എന്ത് കാരണം കൊണ്ട്? ഒന്നാമത്, നമ്മുടെ ഒരു രാജ്യാന്തര വ്യാപാര യുദ്ധം പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്ന കാലം മുതൽ നിൽക്കുകയാണ്. ആ വ്യാപാര യുദ്ധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ? അതായത് ചൈന, ഇന്ത്യ, റഷ്യ, ഈ 3 രാജ്യങ്ങൾ കൈകോർക്കുന്നു എന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ വ്യാപാര യുദ്ധം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ലോകത്ത് സ്ഥിരതയോടെ നിൽക്കുന്ന ഒരേ ഒരു നിക്ഷേപം സ്വർണമാണ്. അപ്പൊ ഓഹരി വിപണിയിലേക്ക് നോക്കുക. നിങ്ങൾ ഈ ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ന് ഒക്കെ ഓഹരി വിപണിയിൽ നോക്കിയാല് നേരിയ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഓഹരി വിപണിയിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ ചെറിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വർധനവില്ല. ആ ചെറിയ വർധനവ് പോലും രേഖപ്പെടുത്തിയത് ഈ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് വന്നതുകൊണ്ടാണ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പിന്നെ ഓഹരി വിപണിയിലെ വിലകളും തമ്മിൽ എപ്പോഴും നേരെ എതിർ ദിശകളിലാണ് സഞ്ചരിക്കുക. ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാൽ ഓഹരി വിപണി കുതിക്കും എന്നാണ് വെപ്പ്. സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഇപ്രാവശ്യം കുതിപ്പൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നേരിയ ഒരു മുകളിലേക്കുള്ള മൂവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കുതിപ്പുണ്ടായത് സ്വർണത്തിലാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഓഹരി വിപണിയും സ്ഥിരമായി നിൽക്കുകയില്ല. വ്യാപാര യുദ്ധം നിൽക്കുന്നിടത്തോളം കാലം ഓഹരി വിപണി ചാഞ്ചാട്ടം കാണിക്കും. അതുപോലെ തന്നെ ഡോളറും ഒക്കെ, ഡോളറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുക എന്ന് വെച്ചാൽ ഡോളറിൽ നിക്ഷേപിച്ചാലും വരുമാനം കുറയും എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ നിക്ഷേപിച്ചാൽ വരുമാനം കുറയുകയില്ലാത്ത ഒരേ ഒരു അസറ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് സ്വർണമാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില വീണ്ടും വർദ്ധിച്ച് 80,000-ൽ എത്തിയത്. 80,000-ൽ എത്തുമെന്ന് ട്രംപ് കയറിയ ഉടനെ തന്നെ ചില അതായത് ആ മേഖലയിലെ പ്രാഗൽഭ്യമുള്ള വേൾഡ് ഗോൾഡ് കൗൺസിലും അങ്ങനെയുള്ളവരൊക്കെ പതുക്കെ പറഞ്ഞിരുന്നു 80,000 വരെ ഒരു പവന്റെ വില എത്തിയേക്കാമെന്ന്. അപ്പൊ ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി കൂടാം. കാരണം ഇപ്പോഴും വ്യാപാര യുദ്ധം ശക്തമായിട്ട് തുടരുന്നു.
പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയെ അനുനയിപ്പിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് GST റീസ്ട്രക്ചർ ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ അത് ന്യൂസ് പേപ്പറിൽ തന്നെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്നും നമ്മുടെ സുഹൃത്താണ് എന്ന് പറയുന്ന അമേരിക്കയെ. അപ്പൊ ഇന്ത്യ എന്നും നമ്മുടെ സുഹൃത്താണെന്ന് അമേരിക്ക പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി നിലനിൽക്കുന്നു. അതേ സമയത്ത് അമേരിക്കയുമായിട്ട് വലിയ വ്യാപാര എന്താ പറയുക ക്രെഡിറ്റ്, അതായത് സർപ്ലസ് ആണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാല് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ആ വാങ്ങല് ഇനിയും തുടരാൻ അമേരിക്കയ്ക്ക് ഇഷ്ടമാണ്. അത് ട്രംപിന്റെ താല്പര്യമല്ല, അമേരിക്കൻ ജനതയുടെ താല്പര്യമാണ്. അമേരിക്കയിൽ തന്നെ 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഉണ്ടെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ പിന്നെ വിദ്യാർത്ഥികളായിട്ട് വേറെയും ഇഷ്ടം പോലെ. അപ്പൊ ഈ ഏഷ്യക്കാരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണ്. അവർ ഇത്തിരി വില കൂടിയാൽ പോലും വാങ്ങാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ട്രംപിന്റെ അമേരിക്കയ്ക്ക് അകത്ത ഇമേജിനും തന്നെ കോട്ടം തട്ടാം ഈ വ്യാപാര യുദ്ധം ഇങ്ങനെ തുടർന്നു പോയാല്. അപ്പൊ അദ്ദേഹം പതുക്കെ ഇന്ത്യയോട് അടുപ്പം കാണിക്കാൻ തുടങ്ങുന്നു. ഇന്ത്യ തിരിച്ചും, ഇന്ത്യ ഒളിച്ചും പാത്തുമാണെങ്കിലും ഇന്ത്യക്ക് അറിയാം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം തട്ടിക്കിഴിക്കാൻ പറ്റില്ല. അതിന്റെ അടുത്തെങ്ങും എത്തില്ല. യൂറോപ്യൻ യൂണിയനോ ഗ്രേറ്റ് ബ്രിട്ടനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ വ്യാപാര ബന്ധം ഉണ്ടാക്കിയാല്. അപ്പൊ ആ തിരിച്ചറിവിൽ നിന്നാണ് രണ്ടു രാജ്യങ്ങളും അടുക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ അമേരിക്ക ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കടന്നു പോകാതെ പതുക്കെ പതുക്കെ വ്യാപാര നയങ്ങളൊക്കെ എന്താ പറയാ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് ഏകദേശം അടുത്ത് കുറച്ചൊക്കെ അമേരിക്കയ്ക്ക് സഹായകരമായ രീതിയിൽ തന്നെയായിരിക്കും അവസാനം. പക്ഷേ ഈ വ്യാപാര യുദ്ധം അവസാനിച്ചേ തീരൂ. കാലക്രമേണ അത് അവസാനിക്കും. അവസാനിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. സ്വർണത്തിന്റെ വില പതുക്കെ പതുക്കെ താഴേക്ക് വന്ന് ഒരു 50,000 ചുറ്റുവട്ടത്തിലെങ്കിലും നിൽക്കുമെന്ന് ഉറപ്പിക്കാം. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീമതി മേരി ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.